ഇന്നലെ നമ്മൾ മെറ്റ്യൂരയിലായിരുന്നു. മെറ്റ്യൂരയിൽ നിന്ന് ട്രെയിൻ യാത്ര കഴിഞ്ഞ് രാത്രി വൈകി ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏഥൻസിലെ പാർത്തിനോൺ ഹോട്ടലിൽ വന്ന് താമസിച്ചു. പിറ്റേന്ന്, അതായത് ഇന്ന് രാവിലെ പുലർച്ചെ നമ്മൾ ഉണർന്നെഴുന്നേറ്റു. 4 മണിക്ക് തന്നെ അലാം വെച്ച് ഉണർന്നു. കാരണമുണ്ട്, ഇന്ന് ദീർഘമായൊരു കടൽയാത്രയാണ്. 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി ഹോട്ടലിൻ്റെ ലോബിയിലെത്തി, ചെക്കൗട്ട് ചെയ്തു. അവരോടൊരു ടാക്സി വേണമെന്ന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ അന്വേഷിച്ചു, ടാക്സി വന്നോ? ഇല്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ടാക്സി വന്നു. ആ ടാക്സിയിൽ കയറി എനിക്ക് ഇനി തുറമുഖത്തേക്കാണ് പോകേണ്ടത്, പോർട്ടിലേക്ക്. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ പോയാൽ പിറയൂസ് എന്ന് പറയുന്ന പോർട്ടിലെത്തും. പിറയൂസ് ഏഥൻസിൻ്റെ ഏറ്റവും പ്രമുഖമായ തുറമുഖമാണ്. ഏഥൻസിൻ്റെ മാത്രമല്ല, ഗ്രീസിൻ്റെ മാത്രമല്ല, ഈ മെഡിറ്ററേനിയനിലെ തന്നെ ഏറ്റവും പുരാതനമായതും ഏറ്റവും തിരക്കേറിയതുമായൊരു തുറമുഖമാണ് പിറയൂസ്. 12,500 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തിരക്കുള്ള ഒരു തുറമുഖം. ആ തുറമുഖത്ത് നിന്ന് നിരവധി ഫെറി ബോട്ടുകൾ ഗ്രീസിൻ്റെ നിരവധിയായ ദ്വീപുകളിലേക്ക് എല്ലാ ദിവസവും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഫെറി ഷിപ്പിൽ കയറി ഇന്ന് എനിക്ക് മീക്കണോസ് എന്ന് പറയുന്നൊരു ദ്വീപിലേക്ക് പോകണം. ഈ മീക്കണോസ് ദ്വീപ് ഒരു ടൂറിസ്റ്റ് ദ്വീപാണ്. ജനവാസമുണ്ട്, ധാരാളം ജനങ്ങൾ വസിക്കുന്നുണ്ടെങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നൊരു ദ്വീപ്. അവിടേക്ക് ഒരു 5 മണിക്കൂർ ഫെറി ഷിപ്പിൽ യാത്ര ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പിറയൂസ് പോർട്ടിലേക്ക് പോകുന്നത്. ഈ ടാക്സി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അവിടെ ഇറങ്ങേണ്ടത് ബ്ലൂ സ്റ്റാർ ഫെറിയുടെ ഓഫീസിലാണ്. എനിക്ക് ടിക്കറ്റ് അവിടെ നിന്ന് വാങ്ങണം. ഞാൻ ഇൻ്റർനെറ്റിലൂടെ സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പൈസ അടച്ചിട്ടുണ്ട്, പക്ഷേ ഇൻ്റർനെറ്റിലൂടെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പാസ്പോർട്ടുമായിട്ട് ബ്ലൂ സ്റ്റാർ ഫെറിയുടെ ഓഫീസിൽ, ഈ പിറയൂസ് പോർട്ടിൻ്റെ സമീപത്തുള്ള ഓഫീസിൽ ചെന്നാൽ അവിടുന്ന് മാത്രമേ അവരെനിക്ക് ടിക്കറ്റ് തരുള്ളൂ. അവർക്ക് എൻ്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യണം, എന്നിട്ടേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പോകേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നെ വണ്ടി ഓടിച്ച് ഈ പിറയൂസിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ എന്നെ ഇറക്കി കാശും മേടിച്ച് അദ്ദേഹം പോയി. ഞാൻ നോക്കുമ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ട്. കടകളെല്ലാം, ഷോപ്പുകളും സ്ഥാപനങ്ങളും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അകലേക്ക് നോക്കുമ്പം കുറേ കപ്പലുകൾ നിരന്ന് കിടക്കുന്നതിൻ്റെ കപ്പലിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണാം. അപ്പോൾ പോർട്ട് ഏകദേശം ആ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സമയമായപ്പോഴത്തേക്ക് മണി 5:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 6 മണിക്ക് ഇവിടുത്തെ ഓഫീസ് തുറക്കുള്ളൂ എന്ന് ഇവർ നേരത്തെ എനിക്ക് തന്ന ഇൻഫർമേഷനിലുണ്ട്, മെയിലിനകത്തുണ്ട്. ബ്ലൂ സ്റ്റാർ ഫെറിയുടെ ഓഫീസ് കണ്ടുപിടിക്കണം. നടന്ന് ചെന്നപ്പോൾ ഒരു ഭാഗത്ത് അതിൻ്റെ ബോർഡ് കണ്ടു. അതിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ തെരുവിലെ ക്ലീൻ ചെയ്യുന്നവരൊക്കെ പോകുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കെട്ടിടത്തിൻ്റെ ഷട്ടർ പയ്യെ പൊങ്ങി തുറന്നു വരുന്നത് കാണാം. ഞാൻ പകുതി പൊങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് നൂണ്ട് കയറി. നമുക്ക് നല്ല തിരക്കാണല്ലോ. ചെല്ലുമ്പോൾ ക്ലീനിങ് സ്റ്റാഫേ ഉള്ളൂ, അവർ അടിച്ചു വരുന്നേ ഉള്ളൂ. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. അകത്തൊരു കൗണ്ടറിൽ ഒരു ജീവനക്കാരനുണ്ട്. ഞാൻ കൊണ്ടുപോയി എൻ്റെ പാസ്പോർട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. വർത്തമാനമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ. അയാൾ പാസ്പോർട്ട് മേടിച്ചു, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് എന്തൊക്കെയോ നോക്കി. അത് കഴിഞ്ഞ് എൻ്റെ ടിക്കറ്റ് പ്രിൻ്റ് എടുത്തു, എനിക്ക് തന്നു. ഇതൊക്കെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഞാൻ ആ ടിക്കറ്റുമായിട്ട് പുറത്തിറങ്ങി. പാസ്പോർട്ടും കയ്യിലുണ്ട്, ലഗേജ് എൻ്റെ പുറത്തുണ്ട്, കയ്യിൽ ക്യാമറയുണ്ട്, ക്യാമറയുടെ ബാഗ് തോളത്തുണ്ട്. ഞാനങ്ങനെ നടന്നു. ഈ കപ്പലുകളുടെ മുകൾ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കെട്ടിടങ്ങളുടെ അപ്പുറേ കുറേ അകലെ ഇങ്ങനെ കാണാം. അപ്പോൾ അവിടെയാണ് പോർട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് ആ സ്ട്രീറ്റിലൂടെ നടന്നു. ഒരു 10 മിനിറ്റ് നടന്നിട്ടുണ്ടാവണം. അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ആ ഫെറി പോർട്ടിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. ഫെറി പോർട്ടിൻ്റെ സമീപത്തെത്തുമ്പോൾ നിരവധി ഫെറി ഷിപ്പുകൾ ഇങ്ങനെ പുറകു തിരിഞ്ഞ് കരയിലേക്ക് പുറകുഭാഗം ചേർത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അതിൽ ബ്ലൂ സ്റ്റാർ ഫെറീസും ഉണ്ട്, മറ്റ് പല കമ്പനികളുടെയും ഫെറി ഷിപ്പുകളുണ്ട്. ഫെറി ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കപ്പൽ തന്നെയാണ്. ഈ കപ്പലിൻ്റെ പുറകുഭാഗം തുറന്നിട്ട് ഒരു പാലം പോലെ കരയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിലൂടെ ചരക്ക് ലോറികളും ബസ്സുകളും കാറുകളും ഒക്കെ ഈ കപ്പലിനകത്തേക്ക് ഓടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് അതിനകത്തേക്ക് കയറി ചെന്നു. അവിടെ ഒരു ജോലിക്കാരൻ നിൽക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഒരാൾ. അയാളുടെ അടുത്ത് ഞാൻ ഈ ടിക്കറ്റ് കാണിച്ചു. ഈ ലോറിയൊക്കെ കയറി പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഗോവണിയുണ്ട്. ആ ഗോവണി കയറി മുകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈ ഗോവണി കയറി മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ടിക്കറ്റ് പരിശോധനയുണ്ട്. ആ ടിക്കറ്റ് പരിശോധിച്ചു, എൻ്റെ പാസ്പോർട്ട് പരിശോധിച്ചു. അത് കഴിഞ്ഞ് എന്നെ വിട്ടു, അകത്തേക്ക് കയറ്റി വിട്ടു. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും എസ്കലേറ്ററുകളാണ്. കുറേ എസ്കലേറ്ററുകൾ, പല എസ്കലേറ്ററുകൾ കയറി ഞാൻ ഈ ഷിപ്പിൻ്റെ 6ാം നിലയിലെത്തി. 6ാം നില എന്ന് പറയുന്നതും 6ഉം അതിൻ്റെ താഴത്തേതും അതിന് മുകളിലത്തേതും ഒക്കെ ഗസ്റ്റുകൾക്കുള്ള നിലകൾ തന്നെയാണ്, പാസഞ്ചേഴ്സിനുള്ളതാണ്. പക്ഷേ അതിൽ പലതും ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിനൊക്കെ ഉള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് എക്കണോമിക് ക്ലാസ് ടിക്കറ്റാണ്. പകലത്തെ യാത്രയാണ്, 5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അവിടെ ബിസിനസ് ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാനാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അവർ സ്ഥലത്തെത്തുക എന്നുള്ളതേ ആവശ്യമുള്ളൂ, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ. അപ്പോൾ ഈ എക്കണോമിക് ക്ലാസ്സുകാരുടെ ആ ഫ്ലോറും അതിരസകരമാണ്. നമ്മളൊരു മാളിലെയോ മറ്റോ ഒരു ഫുഡ് കോർട്ട് ചെല്ലുന്നത് പോലെയാണ്. അതിൻ്റെ സൈഡിലൊക്കെ നിരവധി റെസ്റ്റോറൻറ്റുകൾ, അവിടെ നമുക്ക് ഭക്ഷണം വാങ്ങാം. എന്നിട്ട് മേശയും കസേരകളും എല്ലാം ഇട്ടിരിക്കുകയാണ്.
ഒരു റെസ്റ്റോറൻറ്റിലെ സീറ്റിംഗ് പോലെയാണ് അവിടെ. അപ്പം നമുക്ക് വെറുതെ ഭക്ഷണമൊന്നും കഴിക്കണ്ടെങ്കിലും അത്തരം ഒരു മേശയിൽ കസേരയിൽ ഇരിക്കാം, നമ്മുടെ ലഗേജൊക്കെ അവിടെ വെക്കാം, ഷോപ്പിംഗ് നടത്താം, ATM ഉണ്ട്, സുവനീർ കടകളുണ്ട്. ഒരു മാളിനകത്ത് എത്തിയ പോലെയാണ് ഈ കപ്പലിനകം. ഈ ഹോളിൻ്റെ പുറകിൽ ഒരു വാതിൽ തുറന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു ഓപ്പൺ ഡെക്കിലേക്കാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ നിൽക്കുമ്പോൾ ഈ കപ്പലിൻ്റെ പുറകു ഭാഗമാണ്. അപ്പം താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നടന്ന് കയറി വന്ന ആ പാലമൊക്കെ കാണാം. പാലം എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ റോറോ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ അടഞ്ഞിരിക്കും, യാത്ര ചെയ്യുമ്പം തീരത്തെടുക്കുമ്പം ഇങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിലേ കൂടെയാണ് ഈ ബസ്സും ട്രക്കും എല്ലാം പുറത്തേക്ക് ഇറങ്ങുകയും ആളുകൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. അവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അത് വീണ്ടും ഇങ്ങനെ അടയും. അങ്ങനെയാണ് ഈ റോറോ ബ്രിഡ്ജ് എന്ന് പറയുന്ന സംവിധാനം. അതപ്പോൾ താഴെ കാണാം, 6 നില താഴെ. അപ്പോൾ അതിലൂടെ ആളുകൾ പയ്യെ കയറി വരുന്നുണ്ട്, ചരക്ക് ലോറികളകത്തേക്ക് കയറുന്നുണ്ട്, പിക്കപ്പുകൾ, ചെറിയ കാറുകൾ ഒക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. സമയം 7:30 കപ്പലിൻ്റെ കയറ്, ഈ ഉടക്കിയിട്ടിരുന്ന കയറഴിച്ച് വിടുന്ന ജീവനക്കാരെ എനിക്ക് കാണാം. ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കപ്പൽ അവിടുന്ന് തീരത്തുനിന്ന് അകന്നു. MSC എന്ന് പറയുന്ന വമ്പൻ കമ്പനിയുടെ ഒരു വലിയ ക്രൂസ് ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രൂസ് ഷിപ്പുകളൊക്കെ വന്നെടുക്കുന്ന ഒരു പോർട്ടും കൂടെയാണ് ഇവിടെ. പുറംകടലിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ യാത്ര ആരംഭിച്ചു. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു കപ്പൽ പോകുന്ന നല്ല സ്പീഡിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പുറത്തെ കാഴ്ചകളൊന്നുമില്ല. ചുറ്റും നീല കടൽ മാത്രം, ഒരു കാഴ്ചയും ചുറ്റും ഇല്ലാത്ത മട്ടിൽ. അകത്ത് ചെന്ന് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ മീക്കണോസ് എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് പോകുന്നതെങ്കിലും അതിനിടയ്ക്ക് 2 ദ്വീപുകളിലൂടെ ഈ കപ്പൽ നിർത്തും. അവിടെ നിർത്തി കുറച്ച് ആളുകളെ ഇറക്കും, കുറച്ച് ആളുകളെ കയറ്റും. ഇപ്പം നമ്മൾ ആദ്യത്തെ പോർട്ടിലേക്ക് അടുക്കാറാകുകയാണെന്നുള്ള അറിയിപ്പ് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സീറോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സീറോസ് ദ്വീപിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് വരണ്ട ഒരു ദ്വീപാണ്. പാറക്കെട്ടുകളും പച്ചപ്പിൻ്റെ അശേഷമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നത്. അത് ആ ദ്വീപിൻ്റെ വടക്ക് ഭാഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് സംശയം തോന്നി, ഇവിടെ എന്തിനാണ് ഈ കപ്പലെടുക്കുന്നത്? ഈ വിജനമായ ഒരു മനുഷ്യനില്ലാത്ത വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു മല പോലെ നിൽക്കുന്ന ഒരു ദ്വീപിലേക്ക്. അങ്ങനെ ഇതിൻ്റെ ഈ ദ്വീപിൻ്റെ തീരം ചേർന്ന് കുറേ ദൂരം തെക്കോട്ട് ഓടി തെക്ക് ഭാഗത്തേക്ക് അടുക്കുമ്പോഴത്തേക്കും ഈ മലഞ്ചെരുവുകളിലൊക്കെ വീടുകൾ കണ്ടു തുടങ്ങി. പ്രത്യേകതരം വീടുകളാണ്, വെള്ള നിറമുള്ള വീടുകൾ. എല്ലാ വീടിനും വെള്ള നിറം. ഈ സീറോസ് ദ്വീപിൻ്റെ തലസ്ഥാനമായ എർമോപ്പോളി എന്ന് പറയുന്ന പട്ടണത്തിനോട് അടുക്കുകയാണ്. പട്ടണം ഒരു തുറമുഖവും കൂടിയാണല്ലോ. ഈ എർമോപ്പോളി പട്ടണത്തോട് അടുക്കുമ്പോഴത്തേക്കും കെട്ടിടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. മലഞ്ചെരിവ് മുഴുവൻ കെട്ടിടങ്ങളിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെയാണ്. അതിങ്ങനെ വന്ന് കടൽ തീരം വരെ ഈ കെട്ടിടങ്ങളാണ്. ഗ്രീക്ക് ഐലൻഡ്സ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഗ്രീസിൻ്റെ കളറാണ് ഈ നീലയും വെള്ളയും. അതിമനോഹരമാണ് ആ കാഴ്ച. അകലെയും തന്നെ വളരെ രസകരമാണ്. മരങ്ങളൊന്നുമില്ല. ഈ വെള്ളയും നീലയും കെട്ടിടങ്ങളിങ്ങനെ മലയെ പൊത്തി വെച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനിടയ്ക്കൂടെ എല്ലാം മലമുകളിലും മലയുടെ മധ്യഭാഗത്തും താഴ്വാരത്തും എല്ലാം നല്ല മകുടങ്ങളോട് കൂടിയ പള്ളികൾ, അതിമനോഹരങ്ങളായ ഓർത്തഡോക്സ് പള്ളികൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികൾ. അത് ഈ നഗരത്തിൽ ഒത്തിരി എണ്ണമുണ്ട്, പലയിടത്തും കാണാം. ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ താഴേക്ക് വന്ന് കടലിലേക്ക് ഇറങ്ങി വരെ കെട്ടിടങ്ങൾ നിൽപ്പുണ്ട്. കടലിലെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ആ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ അതിമനോഹരമായ കാഴ്ചയാണ്. എർമോപ്പോളിസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ തീരത്തേക്ക് നമ്മൾ കപ്പലെടുക്കുമ്പോഴത്തേക്ക് ഒരു അത്ഭുത ലോകത്തേക്ക് എത്തുന്ന ഒരു ഫീലാണ്. അതിമനോഹരമാണ്. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല കേട്ടോ. സാധാരണക്കാരായ മനുഷ്യർ വസിക്കുന്ന ഒരു ദ്വീപാണ്. ഏതാണ്ട് 21,000 ആളുകളാണ് അവിടെ വസിക്കുന്നത്. 5000 വർഷം മുമ്പ് മുതൽ ജനവാസമുള്ള ഒരു ഗ്രീക്ക് ദ്വീപാണിത്. ഗ്രീസിലെ തന്നെ ഏറ്റവും ആദിമകാല മനുഷ്യവംശങ്ങൾ വസിച്ചിരുന്ന ഒരു പ്രദേശം. ഈ മലഞ്ചെരിവുകളിലൊക്കെ നമ്മൾ അങ്ങോട്ട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ വേറൊരു കാഴ്ചയുണ്ട്. നിരവധി വിൻഡ് മില്ലുകളുണ്ട്. ഈ വിൻഡ് മില്ലുകളിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കി ഈ ദ്വീപിലേക്കുള്ള കറണ്ട് സപ്ലൈ നടക്കുന്നത്. അപ്പോൾ എർമോപ്പോളി പട്ടണത്തിൻ്റെ തുറമുഖത്തിലേക്ക് കപ്പലടുത്തു. അതിനോട് ചേർന്നു അതിമനോഹരമായ സ്ട്രീറ്റുകൾ, സ്ക്വയറുകളൊക്കെ കാണാം. മനോഹരമായ പ്രൊമനേഡുകൾ, അതിൻ്റെ ഓരം ചേർന്ന് സുന്ദരമായ കെട്ടിടങ്ങൾ. കപ്പൽ പുറകോട്ട് തിരിഞ്ഞു വേണമല്ലോ അടുക്കാൻ. പുറകോട്ട് തിരിഞ്ഞടുത്തു. ആ പാലം റോറോ ബ്രിഡ്ജ് നിവർന്നു. അതിലൂടെ ഒരു 10-20ഓളം കാറുകളും വാഹനങ്ങളും ട്രക്കുകളും ഒക്കെ ഇറങ്ങിപ്പോയി. ഒരു 100-ലേറെ ആളുകളും ഇറങ്ങി. ഈ ഇറങ്ങിപ്പോയ ആളുകൾ ഈ നഗരത്തിനകത്തേക്ക് ചെതറി എവിടെയൊക്കെയോ ലയിച്ചു. ചിലരവിടെ ടാക്സികൾ നിരന്ന് കിടക്കുന്നിടത്ത് 1-2 ടാക്സി വിളിച്ച് അവിടുന്ന് കയറി പോകുന്നു. വേറെ ചിലർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നു. അവരുടെ നാട്ടിലേക്ക്, അവരുടെ സ്വന്തം ജീവിതങ്ങളിലേക്ക്, ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിലേക്കൊക്കെ മുഴുകി അവരെങ്ങോട്ടൊക്കെ അപ്രത്യക്ഷരായി. വേറൊരു ഭാഗത്ത് കുറച്ച് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരിറങ്ങിയ പുറകെ അവർ കപ്പലിലേക്ക് കയറി വന്നു. ഒരു 10-30 പേര്. നമ്മൾ അവിടുന്ന് വീണ്ടും യാത്രയാവുകയാണ്. ഇനി അടുത്ത ദ്വീപിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വലിയൊരു ഷിപ്പ് യാർഡൊക്കെ ഉണ്ട്. അതെല്ലാം പിന്നിട്ട് കപ്പൽ വീണ്ടും പുറംകടലിലേക്ക് ഇറങ്ങി. അകന്നകന്ന് പോകുന്ന ദ്വീപിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് വീണ്ടും ഞാൻ അകത്തേക്ക് കയറി വന്നു. ഇനി ഏകദേശം ഒരു മണിക്കൂറോളം വീണ്ടും യാത്ര ചെയ്ത് കഴിയുമ്പം നമ്മൾ അടുത്ത ദ്വീപിലേക്ക് എത്തും. ഞാൻ അങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്കും കപ്പൽ ഒരു തീരത്തേക്ക് അടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും പുറകിലത്തെ ഡെക്കിലേക്ക് ചെല്ലുന്നു. ആ പുറകിലത്തെ ഡെക്കിലേക്ക് ചെന്ന് അതിൻ്റെ സൈഡിൽ പോയി നിന്ന് നോക്കുമ്പം വമ്പനൊരു ദ്വീപാണ് നമ്മൾ കാണുന്നത്.
കുറേ ദൂരം കൂടി ഈ കപ്പലോടി ഇതിൻ്റെ പ്രധാന പട്ടണ ഭാഗത്തേക്ക് കപ്പലെടുത്തു. അവിടെയാണ് തുറമുഖം. ടീനോസ് എന്നാണ് ഈ ദ്വീപിൻ്റെ പേര്, ടീനോസ് ദ്വീപ്. അപ്പോൾ ടീനോസ് എന്ന് പറയുന്നതാണ് ഈ പട്ടണത്തിൻ്റെ പേരും ടീനോസ് തന്നെയാണ്. അവിടുത്തെ പോർട്ടിലേക്ക് കപ്പൽ കയറി പതിവ് പോലെ തന്നെ പുറംതിരിഞ്ഞ് തീരത്തോടടുത്തു. ബ്രിഡ്ജ് തുറന്നു, വാഹനങ്ങൾ പുറത്തിറങ്ങി, ആളുകൾ ഇറങ്ങി. അവിടെ ഒരു 10-40 പേരെ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. അവരിറങ്ങി, കുറച്ച് പേര് അവിടുന്ന് കയറി, പതിവ് പരിപാടികളൊക്കെ തന്നെ. ഈ ടീനോസ് പട്ടണവും അതിമനോഹരമാണ്. ഈ വെള്ള കെട്ടിടങ്ങൾ, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിങ്ങനെ മലഞ്ചെരുവിലാകെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു. അതിനിടയ്ക്കെല്ലാം പള്ളി ഗോപുരങ്ങൾ, പള്ളിയുടെ താഴേക്കുടങ്ങൾ, സ്ക്വയറുകൾ, സ്ട്രീറ്റുകൾ, പ്രൊമനേഡുകൾ, സുന്ദരമായ കാഴ്ചകൾ, നല്ല പളുങ്ക് പോലെ വെള്ളമുള്ള ആ കടൽ തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഈ ടീനോസിൻ്റെ പരിസരത്ത് ഈ ദ്വീപിൽ പലയിടത്തായിട്ട് 50ഓളം ഗ്രാമങ്ങളുണ്ട്. ഈ 50ഓളം ഗ്രാമങ്ങളിലെ ആളുകൾ ജോലിക്കും മറ്റും വരുന്നതും സാധനം വാങ്ങാനും എല്ലാം വരുന്നത് ഈ ടീനോസ് പട്ടണത്തിലാണ്. അപ്പോൾ അവിടെ വേറൊരു രസകരമായ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് പോകുന്നതിന് മുമ്പ്. ഈ ദ്വീപിൽ ഒരു ക്രിസ്ത്യൻ വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു. അവൾക്ക് 15 വയസ്സാണ് പ്രായം. വളരെ സുന്ദരിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പ്രദേശമൊക്കെ ഭരിച്ചിരുന്നത് ഓട്ടോമൻ തുർക്കികളാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇവിടെയൊക്കെ. ഈ ഓട്ടോമൻ പട്ടാളക്കാർ ഒരു ദിവസം ഈ പെൺകുട്ടിയെ പിടികൂടി ഇവളെ തുർക്കിയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് സുൽത്താന് ഇവളെ സമർപ്പിക്കുന്നു. ഇവള് സുൽത്താൻ്റെ അന്തഃപുരത്തിൽ പിന്നെ താമസിക്കേണ്ടി വരുന്നു. ഇവൾ അതീവ സുന്ദരിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു, മിടുക്കിയായിരുന്നു. അന്ന് ഇസ്താംബൂളിലെ സുൽത്താൻ അഹമ്മദ് ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി, അദ്ദേഹത്തിൻ്റെ സുൽത്താനയായി ഈ പെൺകുട്ടി മാറുകയാണ്. അവളുടെ പേര് കോസം എന്നാക്കി മാറ്റി. കോസം സുൽത്താന എന്നാണ് ചരിത്രത്തിൽ അവൾ അറിയപ്പെടുന്നത്. ഈ 15 വയസ്സുകാരി സുൽത്താൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറുന്നു. അവൾ സുൽത്താനയായി മാറുന്നു. അവൾ 61-ാം വയസ്സിൽ മരിക്കുന്നതുവരെ ആ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിൻ്റെ സുപ്രധാനമായ കടിഞ്ഞാൺ ഇവളുടെ കയ്യിലായിരുന്നു. കോസം സുൽത്താന എന്ന് പറയുന്ന ഈ ഗ്രീക്ക് ദ്വീപിലെ ഒരു പുരോഹിതൻ്റെ മകളായി ജനിച്ച ആ പെൺകുട്ടിയുടെ കയ്യിൽ. അങ്ങനെയൊരു കഥയും ഈ ടീനോസ് ദ്വീപിനുണ്ട്. ഈ കഥയൊക്കെ ഓർത്തിരിക്കുമ്പോഴത്തേക്കും കപ്പൽ പുറപ്പെടേണ്ട സമയമായി. ഹോണടിച്ചു, പാലം പൊങ്ങി, കടലിലേക്ക് ഇറങ്ങി, യാത്ര തുടർന്നു. ഇനിയും ഏതാണ്ട് ഒരു 45-50 മിനിറ്റ് കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മീക്കണോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തും. മീക്കണോസ് ഇതിനേക്കാൾ കുറച്ചുകൂടെ വിപുലമായ വലിയൊരു ദ്വീപാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. ഞാൻ വീണ്ടും അകത്തേക്ക് വന്നു. അകത്ത് വന്ന് ഒരു 10-20 മിനിറ്റ് നേരം അകത്തിരുന്ന് വിശ്രമിച്ചു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങകലെ അതാ മീക്കണോസ് ദ്വീപ് കാണുന്നു. ഈ മീക്കണോസ് ദ്വീപിൻ്റെ തീരത്തേക്ക്, അതിൻ്റെ തുറമുഖത്തിലേക്ക്, അതിൻ്റെ പുതിയ തുറമുഖ ഭാഗത്തേക്ക് നമ്മുടെ കപ്പലെടുക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കുറേയേറെ ഇത്തരം കപ്പലുകൾ കിടക്കുന്നുണ്ട്. വലിയൊരു തുറമുഖമാണ്. കൂടാതെ ക്രൂസ് ഷിപ്പുകൾ കിടക്കുന്നുണ്ട്, വമ്പൻ ക്രൂസ് ഷിപ്പുകൾ. നോർവീജിയൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വമ്പൻ ക്രൂസ് ഷിപ്പ് അവിടെ ഇങ്ങനെ തീരം ചേർന്ന് കിടക്കുന്നു. ഞാൻ ലഗേജൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി. താഴെ എന്നെ കാത്തൊരാൾ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലല്ല, ശരിക്കും പറഞ്ഞ ഒരു ഹോം സ്റ്റേ ആണ്. ഇവിടെ വലിയ ഹോട്ടലുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, പക്ഷേ അതെല്ലാം കടൽ തീരങ്ങളാണ്. ഈ മീക്കണോസ് ദ്വീപിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തീരം അതിമനോഹരമായ തീരങ്ങളാണ്. അവിടെയൊക്കെ വമ്പൻ പല റിസോർട്ടുകളുണ്ട്. ഈ മലയുടെ കുറച്ച് മുകളിൽ, ഒരു ക്ലിഫിൻ്റെ മുകളിലായിട്ടാണ് ഈ മീക്കണോസിൻ്റെ ഓൾഡ് ടൗൺ. ഈ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരു പഴയ നഗരഭാഗമാണ്. പക്ഷേ അവിടെയാണ് ജീവിതമുള്ളത്. ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, മനുഷ്യരുടെ ജീവിതം, ഇതൊക്കെ കാണണമെങ്കിൽ ഈ ഓൾഡ് ടൗൺ വേണം. എന്നാൽ ഈ റിസോർട്ടുകളിൽ താമസിച്ചാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, തീരങ്ങളിൽ, അവിടെ നമുക്ക് കടൽ കാണാം, മുറി കിടന്നുറങ്ങാം, അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളതല്ലാതെ ജീവിതമോ മനുഷ്യരെയോ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഓൾഡ് ടൗണിനകത്ത് ആണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഓൾഡ് ടൗണിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ഓൾഡ് ടൗണിൽ വമ്പൻ ഹോട്ടലുകളൊന്നുമില്ല. ഹോം സ്റ്റേകൾ, ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലുകളൊക്കെയാണ്. അത് ഓരോരുത്തർ നടത്തുന്ന 2-3 മുറികൾ മാത്രമുള്ള ഹോട്ടലുകൾ. അതിന് ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഹോം സ്റ്റേ എന്ന് വേണേൽ പറയാം. അത്തരത്തിലൊരു ഹോം സ്റ്റേ ആണോ ഹോട്ടലാണോ എന്നറിയത്തില്ല. അതിനൊരു പേരൊക്കെയുണ്ട്. സ്റ്റുഡിയോ എലേനി എന്നാണ് അതിൻ്റെ പേര്. ഒരു സ്റ്റുഡിയോ റൂം ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഞാൻ ഓൺലൈനിലൂടെ അത് ബുക്ക് ചെയ്യുമ്പോൾ 3500 രൂപയാണ്. ഒരു രാത്രി മതി എനിക്ക്. ഈ ഫെറി ഷിപ്പ് പോർട്ടിൽ വരുന്ന സമയത്ത് ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ എന്നെ പിക്കപ്പ് ചെയ്ത് ആ ഹോട്ടലിൽ എത്തിക്കാൻ വേണ്ടി കാറുമായിട്ട് ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോ എലേനിയുടെ പേരോ എൻ്റെ പേരോ പിടിച്ചൊരു ബോർഡുമായിട്ട് ആരെങ്കിലും ഒരാൾ കാണും. ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല പൊക്കമുള്ളൊരു മനുഷ്യൻ ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നു. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ബോർഡ് കണ്ടു, സ്റ്റുഡിയോ എലേനി എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. കയറിക്കോളാൻ പറഞ്ഞു. വർത്തമാനമൊന്നും അധികമില്ല, സംസാരിക്കുന്നേ ഇല്ല. അയാൾ തിരക്കിട്ടാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു, പെട്ടെന്ന് എടുത്തു. എന്നിട്ട് ഓടിച്ചെന്ന് കാറിൽ ചെന്ന് കയറി. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ കാറെടുത്തു, വണ്ടി ഓടിത്തുടങ്ങി. അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു, എൻ്റെ ഹോട്ടലാണ്, ഞാനും എൻ്റെ ഒരു സിസ്റ്ററും കൂടെയാണ് നടത്തുന്നത്, അവിടെ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ, ഞാൻ അവിടെ കൊണ്ട് ഇറക്കും, നാളെ രാവിലെ നിങ്ങൾക്ക് പോകാം, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പിന്നെ ഒന്നും മിണ്ടാനില്ല. പിന്നെ ഇങ്ങനെ മല കയറി പോവുകയാണ്. തുറമുഖത്ത് നിന്ന് ഇങ്ങനെ
മല കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് ധാരാളം ഹോട്ടലുകൾ കാണാം, നിരവധി റിസോർട്ടുകളുണ്ട്. അതൊക്കെ കുറേ അകലത്തിലൊക്കെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ്. കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ താഴെ പോർട്ട് കാണാം, കപ്പലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം, ആ കടൽ തീരം കാണാം, ഇളനീല കടൽ കാണാം. മനോഹരമായ വിഷ്വൽസാണ്. കാറിൻ്റെ ഒരു സൈഡിലിരിക്കുമ്പോൾ എനിക്ക് കാണാം. ഞാൻ ഇയാളോട് പറഞ്ഞു, ഒന്ന് വണ്ടി നിർത്താവോ? നോ 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 ടൈം, നിങ്ങൾ വേണേൽ പിന്നെ അവിടെ ഹോട്ടൽ മുറി കൊണ്ട് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നോളൂ, അവിടെ നിന്ന് ടാക്സിയൊക്കെ കിട്ടും, വന്നാൽ മതി. അങ്ങനെ നമ്മൾ ഓടി ഓടി മീക്കണോസിൻ്റെ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും ഒത്തിരി വീടുകൾ, കുറേയേറെ വീടുകൾ, രണ്ട് വശത്തും റോഡിൻ്റെ രണ്ട് വശത്തും വീടുകളായി ഏതാണ്ട് ഒരു സമതലം പോലത്തെ പ്രദേശമാണ്. അപ്പോൾ അവിടെ കുറച്ച് മിനി ബസ്സുകളും ഒന്നിട്ട് കാറും കിടക്കുന്ന കാണിച്ചിട്ട് ഇയാൾ പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ, ഇത് ഓർത്ത് വെച്ചോളൂ. ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് വേണം നിങ്ങൾക്ക് നാളെ തിരിച്ച് പോർട്ടിലേക്ക് പോകാനും അതുപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇവിടെ ടാക്സിയും കിട്ടും. ടാക്സി എപ്പോഴും കാണില്ല, നിങ്ങൾ വന്ന് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാർ വരും, 1-2 കാറേ ഉള്ളൂ. വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ തിരിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കണ്ടു വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു മലയുടെ മുകളിൽ, ഒരു ക്ലിഫിൻ്റെ മുകളിൽ പോയി കാർ പോയി നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇറങ്ങിക്കോളൂ, ഇവിടം വരെ കാർ വരുള്ളൂ. എല്ലാം സ്പീഡിലാണ്. എന്നിട്ട് കാറിൻ്റെ ഡോർ അടച്ച് അയാൾ ഇറങ്ങി നടന്നു. നമുക്കറിയാമല്ലോ, സഞ്ചാരത്തിൽ കാർ വന്ന് നിന്നുവെന്നും അവിടുന്ന് കാറിൽ നിന്ന് ലഗേജ് എടുത്തു എന്നും ഇറങ്ങിയെന്നും ഒക്കെ പറയാനുള്ള വിഷ്വൽസ് എടുക്കണം. ഞാനിതെടുത്ത് വരുമ്പോഴത്തേക്ക് ഇയാൾ ഒരു 100 മീറ്റർ നടന്നിട്ടുണ്ടാവും. ഞാൻ പുറകെ ഓടും, അടുത്ത് ചെല്ലും. എന്നിട്ട് ആ റോഡിലൂടെ കുറച്ച് പുറകോട്ട് നടന്നിട്ട് ഒരു ഇടവഴിയിലേക്ക് ഇയാൾ ഇറങ്ങി. ഈ റോഡ് നഗരത്തിൻ്റെ പുറത്തുകൂടെ മാത്രമേ ഉള്ളൂ, ഈ ഓൾഡ് ടൗണിൻ്റെ പുറത്തുകൂടെ മാത്രമേ ഉള്ളൂ വാഹനം പോകുന്ന റോഡ്. എല്ലാ വാഹനവും ഈ പുറത്ത് ഇത്തരം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. ഈ ഓൾഡ് ടൗണിനകം ധാരാവി ചേരിക്കകത്തേക്ക് കയറുന്ന പോലെയാണ്. അതിനകത്തേക്ക് ഇടുങ്ങിയ വഴികൾ മാത്രമേ ഉള്ളൂ, നടന്നു പോകാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ധാരാവിയായിട്ട്. അതിസുന്ദരമായ ഒരു പ്രദേശം, അതീവ ബ്യൂട്ടിഫുള്ളായ ഒരു പ്രദേശം. വെള്ളയും നീലയും പെയിൻ്റടിച്ച കെട്ടിടങ്ങൾ, അതിസുന്ദരമായി പെയിൻ്റടിച്ച് മുഷിഞ്ഞ് ഒരു കെട്ടിടവുമില്ല. ഈ ഇടുങ്ങിയ തെരുവുകളുടെ നിലം പോലും പെയിൻ്റടിച്ചിട്ടിരിക്കുകയാണ്, കല്ല് വിരിച്ചിരിക്കുന്നു. ആ കല്ലിൻ്റെ ഓരങ്ങളിൽ ആ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് പോലും വെള്ള പെയിൻറ്റ് കൊണ്ടാണ്. അതിസുന്ദരം. നമ്മളൊരു സ്വർഗ്ഗരാജ്യത്തെത്തിയതാണെന്ന് തോന്നും. ഇങ്ങനെയൊരു നഗരത്തെ ആരാസൂത്രണം ചെയ്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇതിനൊരു കളർ സ്കീമും ഇങ്ങനെയൊരു തീമും ആരുണ്ടാക്കി? അസാധ്യ കലാകാരന്മാരാണ്. ഗ്രീസ് എന്ന് പറയുമ്പോൾ, ഗ്രീക്ക് ദ്വീപുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതിസുന്ദരമായ കാഴ്ചയാണ്. ആ ഇടുങ്ങിയ തെരുവുകളാണ്, അതിന് പല ഉൾപ്പിരിവുകളുണ്ട്, പല ജംഗ്ഷനുകളുണ്ട്. ഇയാൾ മുമ്പേ അങ്ങ് പോയി. അങ്ങനെ ഞാനൊരു ജംഗ്ഷനിൽ നിന്ന് ഷോട്ടൊക്കെ എടുത്ത് തിരിച്ചു ചെല്ലുമ്പം അയാൾ കുറച്ചകലെ ഒരു കെട്ടിടത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് ചെന്നു. ഒരു കെട്ടിടത്തോട് ചേർന്ന് അടുത്ത കെട്ടിടം, അങ്ങനെയാണിത് പോകുന്നത്, അല്ലാതെ ഓരോരോ കെട്ടിടങ്ങളായിട്ടല്ല. ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു സ്ട്രീറ്റിനും പേരെഴുതിയിട്ടില്ല, ഒരു കെട്ടിടത്തിനും പേരില്ല, ഒരു കെട്ടിടത്തിലും ബോർഡ് വെക്കാൻ പാടില്ല, ഒരിടത്തുകൂടെയും കറണ്ട് കമ്പിയില്ല, കേബിളുകളില്ല, നിലത്തുകൂടെ ഓടയില്ല. ഇതൊന്നും നമ്മൾ പുറത്ത് കാണില്ല. കെട്ടിടങ്ങൾ ചേർന്ന് നിൽക്കുന്ന അതിരിൻ്റെ ആ ഗ്യാപ്പിലൂടെയാണ് നടന്നു പോകുന്നത്. ആ ഇടവഴി എന്ന് പറയുന്നത് വാഹനങ്ങൾ പോകുന്നതല്ല, കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു ബൈക്കോ സൈക്കിളോ മറ്റോ പോയിരിക്കും, അതൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് അതിസുന്ദരമായി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായ, ഇത്രയും വൃത്തിയുള്ള തെരുവുകൾ, ഡൗൺ അല്ലെങ്കിൽ ഒരു ചേരിപ്രദേശം പോലത്തെ സ്ഥലം നമ്മൾ ലോകത്ത് കാണില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഒരിടത്ത് ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ഗോവണി താഴേക്കുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് അയാൾ നിൽക്കുന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ മുറി, ഇതിന് മുകളിലേക്ക്. എന്നിട്ട് ആ മുറ്റത്ത് ആ വഴിയരികി നീച്ചിട്ട് അയാൾ ഒരു കീ എൻ്റെ കയ്യിലേക്ക് തന്നു. ആ കീ ഒരു താക്കോല് മാത്രമാണ്, അതിലൊരു കീ ചെയിൻ പോലുമില്ല. അപ്പോൾ സ്റ്റുഡിയോ എലൈനി എന്നുള്ള പേര് എവിടെയുണ്ടോ? ഞാൻ നോക്കി, പേരില്ല. അത് അയാളിട്ട പേരാണ്, ഇൻ്റർനെറ്റ് മാത്രമേ ആ പേരുള്ളൂ. എന്നിട്ട് അയാൾ പറഞ്ഞു, നാളെ നിങ്ങൾ എപ്പോഴാണ് പോകുമ്പോൾ ആ താക്കോല് ആ ഡോറെ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾ വന്നെടുത്തോളാം. ഞാനായിരിക്കും വരിക, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ആയിരിക്കും വരിക, ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്നത്, ഞങ്ങളുടെ പൂർവികരുടെ ഒരു വീടാണ്. ഇത്രയും എന്തോ വലിയ ഔദാര്യം പോലെ അദ്ദേഹം പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് ഇയാളെ പിന്നെ കാണാതായി. ഞാൻ പിന്നെ ഈ ഗോവണി കയറി ഈ മുറിക്കകത്ത് കയറി. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള നല്ല സുന്ദരമായ മുറിയാണ്. 3500 രൂപയ്ക്ക് നല്ല ഫെസിലിറ്റി തന്നെയാണ്. നല്ല ടോയ്ലറ്റ്, ഒരാൾക്ക് കിടക്കാനുള്ള അത്രയേ ഉള്ളൂ, ചെറിയ മുറിയാണ്. വൃത്തിയുള്ള ബെഡുണ്ട്, സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്, കാപ്പി ഉണ്ടാക്കാനുള്ളൊരു കെറ്റിലുണ്ട്, ഇതൊക്കെയുണ്ട്. ഞാൻ ബാഗൊക്കെ വെച്ചു, പെട്ടെന്ന് തന്നെ പുറത്ത് ചാടി. അപ്പോൾ ഇനി തെരുവിലെ കാഴ്ചകളിലേക്ക് പോകണം. പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രശ്നം, ഏതൊക്കെയോ ഇടവഴികൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് ഇവിടം വരെ എത്തിയത്. ഇനി എങ്ങനെ ഈ ഓൾഡ് ടൗണിൽ നിന്ന് പുറത്തിറങ്ങിയാലേ നമുക്ക് താഴെയുള്ള ബീച്ചിലേക്ക്, ക്ലിഫിൻ്റെ വക്കിലേക്ക്, അങ്ങനെ പല കാഴ്ചകളിലേക്കും പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കെട്ടിടത്തിൻ്റെ തിണ്ണയിൽ ഒരു ATM മെഷീൻ ഇരിപ്പുണ്ട്. അതുമാത്രമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സാധനമുള്ളത്. ബാക്കിയത്തെ ഒരു കെട്ടിടവും കണ്ടാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഒരേപോലെ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ഫീച്ചറും അതിനൊന്നുമില്ല. ഈ ATM മെഷീൻ ഉണ്ട്. ഞാൻ ഈ കെട്ടിടത്തിൻ്റെ ഷോട്ട് എടുത്തു, അത് കഴിഞ്ഞ് ഈ ATM മെഷീൻ്റെ ഷോട്ട് എടുത്തു. ഇത്ര മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ ATM മെഷീൻ്റെ അടുത്തുനിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ ഒരു ചെറിയ പള്ളിയുണ്ട് അവിടെ, അതിൻ്റെയും വിഷ്വൽസൊക്കെ എടുത്തു വെച്ചു. ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരോ എന്തെങ്കിലും ഒരു പേര് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി, ഒന്നുമില്ല, ഒരു ബോർഡും ഇല്ല. കുറേ നേരം ഞാൻ ആ സ്ട്രീറ്റിലൂടെ അങ്ങും ഇങ്ങും നടന്നു.
എതിരെ ക്രോസ് ചെയ്ത് വരുന്ന മറ്റൊരു സ്ട്രീറ്റിലൂടെ നടന്നു. ആ സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട്. ആ സ്ട്രീറ്റിൽ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്, ചെറിയ സുവനീർ കടകളുണ്ട്, ബൊഗൈൻ വില്ലകളിങ്ങനെ പൂത്തൊലഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന തെരുവുകളാണത്. അതിസുന്ദരമായ സ്ട്രീറ്റുകളാണ്, ഒരു പോയറ്റിക്കായ കാൽപ്പനികമായ സ്ഥലങ്ങൾ. പല പല കടകളുണ്ട്, ഭക്ഷണശാലകളുണ്ട്, ബേക്കറികളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, ടൂറിസ്റ്റുകൾക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഞാനീ ചെന്നത് ഏതാണ്ട് ഓഫ് സീസൺ തുടങ്ങുന്ന സമയത്താണ്. സമ്മർ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഏറ്റവും കുറവുള്ളൊരു സമയമാണ്. അതിസുന്ദരമായ സ്ട്രീറ്റിൻ്റെ ഉൾതെരുവുകളിലൂടെ എല്ലാം ഞാൻ നടന്നു. ഞാൻ വായിച്ച് പഠിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് കടൽ തീരത്ത് താഴെ. ഈ ഓൾഡ് ടൗണിൻ്റെ താഴെയാണ്. ഓൾഡ് ടൗൺ ഞാൻ പറഞ്ഞാൽ ഒരു ക്ലിഫിൻ്റെ മുകളിലാണ്. അവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പം അവിടെ ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞൊരു നഗരഭാഗമുണ്ട്. അതായത് കടലിന് മുകളിലേക്ക് കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുകയാണ്. വെനീസ് പോലെ തന്നെ കടലിനകത്ത് കെട്ടിടം പണിതാൽ എങ്ങനെ ഇരിക്കും, അതാണ് ലിറ്റിൽ വെനീസ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചോദിച്ചു, ലിറ്റിൽ വെനീസിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അവിടെ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ നേരെ നടന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വഴി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ലിറ്റിൽ വെനീസിലേക്ക് പോകാനായിട്ട് നടന്ന് അവസാനം ഈ ഓൾഡ് ടൗണിൽ നിന്ന് പുറത്ത് ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുറത്ത് ചാടി ആ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ട് വലത്തോട്ട് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ക്ലിഫിലെത്തി. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമുണ്ടല്ലോ, കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത സ്ഥലം, അവിടെ എത്തി. ഈ കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ കാരണം എന്നറിയോ? അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറേ കടലിൻ്റെ വക്കിലായിട്ട് ഒരു 6-7 വിൻഡ് മില്ലുകൾ നിൽക്കുന്നുണ്ട്. പഴയ വിൻഡ് മില്ലുകളാണ്. വെനീഷ്യന്മാർ ഇവിടുത്തെ കോളനിയാക്കി വെച്ചിരുന്ന ഒരു കാലത്ത് അവർ പണിത വിൻഡ് മില്ലുകളാണ്. അതിപ്പോഴും ഒരു സ്മാരകം പോലെ നിൽക്കുന്നുണ്ട്. പഴയകാല വിൻഡ് മില്ലുകൾ, പണ്ട് അരി പൊടിക്കാനും ധാന്യം പൊടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വിൻഡ് മില്ലുകളാണ്. ഇന്നതൊരു നാഷണൽ മോണ്യുമെൻ്റായിട്ട് സംരക്ഷിച്ചിരിക്കുക. ഇത്തരത്തിൽ 10-20 വിൻഡ് മില്ലുകൾ ഈ മിക്കണോസ് ദ്വീപിൽ തന്നെയുണ്ട്. അതിൽ 6 ഇവിടെ കാണാം. ആ വിൻഡ് മില്ലുകളുടെ ചുവട്ടിൽ നിന്ന് താഴേക്ക് മലയിറങ്ങി നമുക്ക് പോകാം. ഞാൻ മലയിറങ്ങി ചെല്ലുന്നത് ഈ ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ്. ലിറ്റിൽ വെനീസ് അതിസുന്ദരമായ സ്ഥലമാണ്. ഈ വെളുത്ത കെട്ടിടങ്ങൾ, തൂവെള്ള നിറമുള്ള കെട്ടിടങ്ങൾ, അത് ഈ കടലിൽ നല്ല തെളിഞ്ഞ സ്ഫടിക സമാനമായ വെള്ളം, അടിയിൽ നല്ല ഉരുളം കല്ലുകൾ കിടക്കുന്ന നമുക്ക് കാണാവുന്ന തിരയശേഷമില്ലാത്ത കടൽ വെള്ളത്തിനകത്തേക്ക് ഇറക്കി പണിതിരിക്കുകയാണ്. ഇതിൻ്റെ തിണ്ണയിലിരുന്നാൽ നമ്മുടെ അടിയിലാണ് കടൽ കിടക്കുന്നത്. അതിൻ്റെ 2-3 നിലയുള്ള കെട്ടിടങ്ങളാണ്, മട്ടുപ്പാവുകളാണ്. പണ്ട് ഇവിടുത്തെ ട്രേഡേഴ്സ്, വലിയ കച്ചവടക്കാരായ, വലിയ കടൽ കടന്ന് കച്ചവടം നടത്തിയിരുന്ന ആളുകളായ സമ്പന്നരൊക്കെ വസിച്ചിരുന്ന വീടുകളാണ്. ഇതിൻ്റെ പുറത്ത് ഈ കടലിലാണ് അന്ന് കപ്പലുകൾ വന്നിരുന്നതും ചരക്ക് കൊണ്ടുവന്നിരുന്നതൊക്കെ. ആ ചരക്കൊക്കെ ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലും സെല്ലാറുകളിലൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ നിലയിലാണ് ഈ സമ്പന്നരായ പ്രഭുക്കന്മാർ വസിച്ചിരുന്നത്. ഇപ്പം ആ വീടുകളെല്ലാം ടൂറിസ്റ്റുകൾക്കുള്ള ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ചെറിയ ഹോട്ടലുകളൊക്കെ ആയി മാറി. അതിസുന്ദരമായ സ്ഥലങ്ങളാണ്. ആ തീരത്തൂടെ, ആ കടൽ തീരത്തൂടെ, ഈ പഴയ കെട്ടിടങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഞാൻ നടന്നു. ഇത്ര സുന്ദരമായ ഗംഭീരമായ സ്ഥലങ്ങൾ ലോകത്തുണ്ടെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കടലിലേക്ക് ഇറക്കി പണിത ഈ പഴയകാല കെട്ടിടങ്ങൾ, അതിനെല്ലാം ഒരു പ്രത്യേക കളർ സ്കീമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിൽ ഇതുപോലെ തന്നെ മുകളിലത്തെ ഓൾഡ് ടൗണിലേതുപോലെ തന്നെ ഇടത്തെരുവുകൾ ചെന്ന് വലിയ സ്ക്വയറുകളിലേക്ക് ചെല്ലുന്നു. ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ വമ്പൻ പള്ളികൾ കാണാം, പഴയ ഓർത്തഡോക്സ് പള്ളികൾ. അതിൻ്റെ മുറ്റം വലിയൊരു സ്ക്വയറാണ്. അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പം വലിയൊരു സിറ്റി ഹാളുണ്ട്. ഈ ഭാഗമൊക്കെ ഓൾഡ് പോർട്ട് എന്നറിയപ്പെട്ടിരുന്നത്. ഈ ഓൾഡ് പോർട്ടിൽ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ബീച്ച് ഏരിയയിലേക്ക് വരും. കടലുള്ളിലേക്ക് കിടക്കുന്ന ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിൻ്റെ തീരങ്ങളിൽ നിരവധി ബോട്ടുകൾ അടുക്കി ഇട്ടിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ടുകളാണത്. കൂടാതെ ഒരു ഭാഗത്ത് ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകളുണ്ട്. ഈ ഓൾഡ് പോർട്ടിൽ നിന്ന് ന്യൂ പോർട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടുകളുണ്ട്. അതിലേക്ക് ടൂറിസ്റ്റുകൾക്ക് ചെന്ന് കയറാം. അതിമനോഹരം, സിനിമാറ്റിക്കായൊരു സ്ഥലം. അതിനിടയ്ക്ക് സുവനീർ കടകളുണ്ട്, ഗ്രീക്ക് ഫുഡ് വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്, ബാറുകളുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, വൈൻ നുകരുന്നവർ, ബീർ കുടിക്കുന്നവരൊക്കെ കാണാം. അങ്ങനെ നടന്ന് നമ്മളൊരു ബീച്ചിലേക്ക് ചെല്ലുന്നു. ആ ബീച്ചിൽ നിരവധി ബോട്ടുകളുണ്ട്. ഈ ബീച്ചിൻ്റെ ഓരം മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ്, അതിമനോഹരങ്ങളായ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുറ്റത്ത് ഈ ബീച്ചിൽ വലിയൊരു മേശ ഇട്ടിട്ടുണ്ട്. ഈ മേശയ്ക്കൊരു കഥയുണ്ട്. സീസണിൽ, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സീസണുകളിൽ എന്ത് ചെയ്യും, ഈ ബോട്ടുകളിൽ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്നവർ, അവർക്ക് കിട്ടിയ വിശേഷപ്പെട്ട മത്സ്യമൊക്കെ ഈ മേശ കൊണ്ട് നിരത്തി വെക്കും. അപ്പോൾ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം അതിനകത്തുനിന്ന് വാങ്ങും. ആ വാങ്ങിയ മത്സ്യം ഈ ഓരങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇവർ പറയുന്ന രീതിയിൽ അത് പാചകം ചെയ്ത് ഗ്രില്ല് ചെയ്തോ പൊള്ളിച്ചോ വറുത്തോ ഒക്കെ ഇവർക്ക് കൊടുക്കും. അവർ ആ റെസ്റ്റോറൻറ്റ് മുന്നിൽ ആ കടൽ തീരത്ത് ബീച്ചിലിരുന്നത് ഭക്ഷണം കഴിക്കും. ഇനി എനിക്ക് ഓൾഡ് ടൗണിലേക്ക് പോകാം, അവിടെ പോയി ഇത്തിരി ഭക്ഷണം കഴിക്കാം. അവിടെയാണ് കുറച്ചുകൂടെ സജീവം, കുറച്ചുകൂടെ അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ കുന്ന് കയറി മുകളിലേക്ക് ചെന്നു. മുകളിൽ ചെന്ന് ഉൾതെരുവിലേക്ക് കയറി. ഉൾതെരുവുകൾ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ തെരുവുകളാണ്. തലയ്ക്ക് മേലെ ബൊഗൈൻ വില്ലകൾ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. ഈ വഴിയോരത്തൊക്കെ നിരവധി മേശ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കെട്ടിടത്തോട് ചേർന്ന് ഇടുങ്ങിയ തെരുവാണെങ്കിലും ഓരോ നിര മേശം കസേരയൊക്കെ, അത് ചെറിയ മേശ, അത് ഇതിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള മേശയാണ്. അപ്പുറം ഇപ്പുറം ഓരോരുത്തർക്ക് ഇരിക്കാം. ഇതിലൂടെ ആളുകൾ നടന്നും പോകും.
അതായത് ഒരു കഷ്ടിച്ച 1/2 മീറ്റർ വീതിയിലാണ് ഓരോ നിര ആളുകളെ ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ഭിത്തിയാണ് കെട്ടിടത്തിൻ്റെ, അപ്പോൾ ഇത്രയും ചേർത്തായിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 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 കട കണ്ടു. അതിൻ്റെ ആംബിയൻസും അതിൻ്റെ ആ രൂപമൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ആ കടയുടെ പേര്, ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സൂവ്ലാക്കി സ്റ്റോറി എന്നാണ്. സൂവ്ലാക്കി സ്റ്റോറി. സൂവ്ലാക്കി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് മീറ്റ് ഡിഷാണ്. അത് ടർക്കിഷ് കബാബിൻ്റെ ഈ ഗ്രീക്ക് വകഭേദം, തുർക്കികൾ ഇവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു വിഭവമായിരിക്കണം. അത് ഗ്രീക്കുകാരതിനൊരു വകഭേദം വരുത്തിയിട്ടുണ്ടാവും. ആ മെനു കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് ഞാൻ സൂവ്ലാക്കി തന്നെ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. സൂവ്ലാക്കി സ്റ്റോറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂവ്ലാക്കി തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. അത് ഓർഡർ ചെയ്തു. ആ തെരുവിലോരത്തിങ്ങനെ ഇരുന്നു. സുന്ദരമായ കാഴ്ചകൾ, രസകരമായ ആംബിയൻസ്. ആ തെരുവോരത്തിരുന്ന് അതിലെ നടന്നു പോകുന്നവർ, കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ, ഇടയ്ക്ക് കളിച്ച് നടക്കുന്ന കുട്ടികൾ, ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുക. ഈ വിഭവം വന്നു. അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. ആ പേയ്മെൻറ്റൊക്കെ കൊടുത്തു. ആ വിളമ്പാൻ വന്ന ആൾ ഒന്ന് ചിരിച്ച് കാണിച്ചു. അയാൾ ഗ്രീക്ക് ഭാഷയിൽ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞു. ഇയാൾക്ക് നാണയം കളക്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇന്ത്യയുടെ കോയിനോ നോട്ടോ എന്തെങ്കിലും വേണം. ഞാൻ പറഞ്ഞു എൻ്റെ കോയിനില്ല. അങ്ങനെ ഞാനൊരു 10 രൂപ നോട്ട് എൻ്റെ പേഴ്സിനകത്ത് നിന്ന് എടുത്ത് കൊടുത്തു. പുള്ളിക്ക് വലിയ ഹാപ്പിയായി. അയാളത് മേടിച്ചുകൊണ്ട് പോയി. ഞാൻ എന്നിട്ട് തെരുവിലൂടെ നടത്താൻ തുടങ്ങി. ഇടുങ്ങിയ തെരുവുകൾ തലങ്ങും വിലങ്ങും, വെള്ളക്കെട്ടിടങ്ങൾ മാത്രം, എല്ലാ കെട്ടിടവും ഒരേപോലെ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു പ്രശ്നം മനസ്സിലായത്. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ATM-ഉം അതിന് കുറച്ച് ചേർന്നുള്ളൊരു പള്ളിയാണ് ലക്ഷണം. ഞാൻ ഈ തെരുവിലൂടെ നടക്കുന്നു, അങ്ങേയറ്റം വരെ നടക്കുന്നു, ഒരു ജംഗ്ഷനിലെത്തുന്നു, അവിടെ ഇല്ല. അതിൻ്റെ വലത്തോട്ടുള്ള സ്ട്രീറ്റിലൂടെ നടക്കുന്നു. അവിടെ കുറേ കടകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, സുവനീർ കടകളുണ്ട്, കരകൗശല വസ്തു വിൽക്കുന്ന കടകളുണ്ട്. ഈ പറഞ്ഞ ATM-ഉം കാണുന്നില്ല, പള്ളിയും കാണുന്നില്ല. നേരെ ഇരുട്ടിയപ്പോഴത്തേക്ക് ഈ തെരുവിൻ്റെ ഒക്കെ നിറം മാറി. മനോഹരമായൊരു സ്ഥലമായി, അതിഗംഭീരമായി വിഷ്വലായി. പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ടെൻഷൻ, ഈ ഹോട്ടൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ തിരിച്ചു വന്നു. അടുത്ത സ്ട്രീറ്റിലൂടെ നടന്നു, കാണുന്നില്ല. മറ്റ് പല സ്ട്രീറ്റിലൂടെ നടന്നു. അവിടുത്തെ ഒരു കടയിൽ ഞാൻ കയറിയിട്ട് ചോദിച്ചു, വേർ ഇസ് സ്റ്റുഡിയോ എലേനി? സ്റ്റുഡിയോ എലേനി അവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. പല കടകളിൽ കയറി ഇറങ്ങി ഞാൻ ചോദിച്ചു, സ്റ്റുഡിയോ എലേനി എവിടെയാണ്? ആർക്കും അറിയില്ല. വീണ്ടും കറങ്ങി തിരിഞ്ഞ് നടന്ന് കുറേ നടന്നു. ഈ ഫോണിന്, മൊബൈൽ ഫോണിന് നെറ്റില്ല അവിടെ. അതാണ് ഏറ്റവും പ്രധാനം. നെറ്റും ഇല്ല, റേഞ്ചും ഇല്ല. എങ്ങനെ ഇതിൻ്റെ ഉടമയല്ലെങ്കിൽ വിളിക്കാമായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, സൂവ്ലാക്കി സ്റ്റോറി, ഞാൻ അവനൊരു 10 രൂപ ഒക്കെ കൊടുത്തിട്ടുള്ളതാണല്ലോ. അവനുമായിട്ടൊരു സൗഹൃദമുണ്ട്. അവിടെ ചെന്നിട്ടൊന്ന് ഫോൺ ചെയ്താലോ? ഞാൻ അങ്ങോട്ട് ചെന്നു, ആ റെസ്റ്റോറൻറ്റിൽ ചെന്നു. അപ്പോൾ അയാൾ അവിടെയുണ്ട്. 1-2 പുതിയ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അയാൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പോൾ ഇവന് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഫോൺ ഓക്കെ, നിൻ്റെ ഫോൺ തരാമോ? അപ്പോൾ അയാൾ അവിടുത്തെ ഒരു ലാൻഡ് ഫോൺ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നമ്പറിലൊന്ന് വിളിച്ചു തരണം. അപ്പോൾ അയാൾ അതിൽ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഈ ഒരു ഫോൺ നമ്പർ എൻ്റെ അടുത്തുള്ളൂ. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇയാൾ ഫോൺ എടുക്കുന്നില്ല. ചേട്ടാ, വീണ്ടും പ്രശ്നമായി. അപ്പോൾ ഇനി എന്താണ് വഴി? എങ്ങനെയാണ് ഹോട്ടലിൽ നിന്ന് കണ്ടുപിടിക്കുക? ഇവിടെ അടുത്ത് എവിടെയോ ആണ്. ഇവിടുന്ന് അധികം ദൂരമില്ല. കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അധികം ദൂരം നടന്നിട്ടല്ല പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സ്റ്റുഡിയോ എലേനി എന്ന് പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല. ഒന്ന്, അത് അനധികൃതമായിട്ട് നടത്തുന്ന ഒരു ഹോട്ടലോ ഹോം സ്റ്റേ ആണോ എന്ന് പോലും എനിക്ക് സംശയമായി തുടങ്ങി. ഒടുവിലൊരു ബുദ്ധി എനിക്ക് തോന്നി. ഞാൻ ക്യാമറ എടുത്തു. ക്യാമറയിൽ ഈ സ്ഥലങ്ങളെല്ലാം റെക്കോർഡായിട്ടുണ്ട്. ഞാൻ പുറകോട്ട് ഷോട്ടുകൾ ഓരോന്നും സെലക്ട് ചെയ്ത് പുറകോട്ട് പോയി. ചെന്നപ്പോൾ ഈ ATM-ൻ്റെ ഷോട്ട്, സ്റ്റുഡിയോ എലേനിയുടെ പുറത്തു നിന്നുള്ള ഷോട്ട്, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗം എല്ലാം പ്ലേ ചെയ്ത് ഇവനെ കാണിച്ചു. ATM ഇരിക്കുന്ന കെട്ടിടവും അതിനടുത്തുള്ള പള്ളിയും കൂടെ കാണിച്ചു. അവൻ ഏകദേശം ഒരു പിടുത്തം കിട്ടി. അവൻ കൈ കാണിച്ചു, കൂടെ വാ. ഇവൻ മുമ്പേ നടന്നു, ഞാൻ പുറകെ നടന്നു. ഒരു 3 ഇടവഴികൾ കടന്ന് 2 ജംഗ്ഷൻ കഴിഞ്ഞ് നടന്ന് ചെല്ലുമ്പോൾ ആ പള്ളിയുടെ മുമ്പിലെത്തി. ഇവൻ ചൂണ്ടിച്ച് കാണിച്ചു, ഇതല്ലേ? ഞാൻ പറഞ്ഞു, ഇതായിരിക്കണം. ഞാൻ പള്ളിയുടെ മുമ്പിൽ കൂടി ഇച്ചിരി മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ATM മെഷീൻ അവിടെ ഉണ്ടോ എന്ന് നോക്കി. ഉണ്ട്, ATM മെഷീനുണ്ട്. ഈ രണ്ടും കൂടെ ചേർന്ന് വന്നാൽ അത് തന്നെയാണ് നമ്മുടെ സ്ഥലം. ATM മെഷീൻ്റെ നേരെ തിരിഞ്ഞും പുറകോട്ട് നോക്കി. അവിടെ ഗോവണിയുണ്ട്. ആ ഗോവണി ചേർത്ത് ചെല്ലുന്നത് ഞാൻ താമസിക്കുന്ന മുറിയിലേക്കാണ്. വലിയൊരു ആശ്വാസമായി. ഇവൻ ചോദിച്ചു, ഇനി പൊക്കോട്ടെ? ഞാനൊരു ഷെയ്ക്കാൻഡ് കൊടുത്തു, നന്ദി പറഞ്ഞു. അവൻ തിരിച്ചു പോയി. ഞാൻ മുറിയിലേക്ക് നടന്നു. ഞാൻ ആ താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറി. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനി നാളെ രാവിലെ ലഗേജ് എടുത്തുകൊണ്ട് ഈ നാട് വിടാൻ വേണ്ടി മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ. ഞാൻ ആ വാതിലടച്ച് ആ മുറിക്കകത്ത് എൻ്റെ അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.